ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹെൽത്തി ഷേക്ക് ഉണ്ടാക്കിയാലോ. അതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് നേന്ത്രപ്പഴം വേണം. ഈ നേന്ത്രപ്പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പൊട്ടാസ്യവും ഫൈബറും വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എനർജി പാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ഈത്തപ്പഴം. ഇതിൽ ഇരുമ്പും ഫൈബറും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. തന്നെയല്ല അതിനകത്ത് ഷുഗർ കണ്ടൻ്റാണ്. ഹൃദയാരോഗ്യത്തിനും ക്ഷീണക്കുറവിനും രക്തം വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇത് എല്ലാവരും നിത്യോപയോഗത്തിൽ ഈത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഈ ഹെൽത്തി ഷേക്കിന് കശുവണ്ടിപ്പരിപ്പ് അത്യാവശ്യമാണ്. ഇതിനകത്ത് കൊഴുപ്പ്, പ്രോട്ടീൻ, മഗ്നീഷ്യം, സിങ്ക് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അധികം കഴിക്കാൻ പാടില്ല. കലോറി വളരെ കൂടുതലായിരിക്കും അതിനകത്ത്. അതുപോലെ ഇതിനേക്ക് ആവശ്യത്തിന് നമ്മൾ മധുരത്തിനായിട്ട് തേനാണ് ഉപയോഗിക്കുന്നത്. ഈ തേന് ദഹന പ്രക്രിയയിൽ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ അമിതവണ്ണം കുറയ്ക്കും. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ സ്വീറ്റാണ്. നമുക്കിത് ഉപയോഗിക്കാം. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തേൻ കൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്കത് ദഹിക്കാനുള്ള ശക്തിയില്ല അവർക്ക്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഓട്സ്. ഈ ഓട്സ് കഴിച്ചാൽ നമുക്ക് കുറേ സമയം ഭക്ഷണം വിശപ്പുണ്ടാവില്ല. ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ അത് ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പാലാണേ. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ പാലൊരു സമീകൃത ആഹാരം തന്നെയാണ്. പാലിനകത്ത് ധാരാളം കാൽസ്യവും വൈറ്റമിനും പ്രോട്ടീനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാല് ഒരു ഗ്ലാസ് രാത്രിക്കൊക്കെ ചൂടായി കുടിച്ചിട്ട് കിടന്നാൽ നല്ല ഉറക്കം കിട്ടും. നമുക്ക് എല്ലിനും പല്ലിനും ഒക്കെ നല്ല ബലം കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് 4 നട്ട്സും, 1 ഏത്തപ്പഴവും, ഒരു 4 ഈത്തപ്പഴവും, ഒരു 4 സ്പൂണ് ഓട്സ് നന്നായിട്ട് ചൂടാക്കിയതാണ്. വറുത്ത ഓട്സാണ്. പച്ചയൊക്കെ ഒന്നും ചേർക്കരുത്. ഒരു അണ്ടിപ്പരിപ്പ് നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. കാരണം ഇതെല്ലാം പാക്കറ്റ് വഴി വരുന്നതല്ല. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. റോ ആയിട്ട് അതായത് അതേപടി നമ്മൾ കഴിക്കരുത് പരമാവധി. അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് കഴുകി തുടയ്ക്കുമെങ്കിലും ചെയ്തിട്ട് കഴിക്കാവുള്ളൂ. നമ്മളൊരു മിക്സിയുടെ മുഴുത്തൊരു ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഓട്സും ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ ബനാന നേന്ത്രപ്പഴവും ഒക്കെ അരിഞ്ഞതും എല്ലാം കൂടി ഇട്ടു. പിന്നെ അതിനകത്ത് ആവശ്യത്തിന് ഷേക്കിന് കണക്കിനുള്ള പാല് ലെവലിലേക്കുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും ഒരാൾക്കുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് ഒരുപാട് പേർക്കൊരു ഫാമിലിക്കൊന്നും കഴിക്കാനുള്ളതല്ല. ഒരാൾക്ക് കുടിക്കാനുള്ള ഇതാണ് ഷേക്കാണ്. അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയുള്ള തേനും കൂടെ ചേർത്ത് കൊടുക്കാം. തേനും കൂടെ ചേർത്ത് അല്ലെങ്കിൽ കൽക്കണ്ടവോ പിന്നെ പഞ്ചസാര ഇഷ്ടമുള്ളവർക്കൊക്കെ ചേർക്കാം. പക്ഷേ തേനാണ് ഏറ്റവും ഹെൽത്തി. അതുകൊണ്ടാണ് ഞാൻ തേനെടുത്തത്. പിന്നെ അത് നന്നായിട്ടൊന്ന് ഷേക്ക് അടിച്ചെടുക്കുക. ചെറിയ ചെറിയ പഴത്തിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബാക്കി നട്ട്സൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടാവും. നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്